ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു സെറ്റിംഗ്സ് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ സെറ്റിംഗ്സും യൂസ്ഫുൾ തന്നെയാണ്, പക്ഷേ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഫോണിൽ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് ചിലതൊക്കെ വളരെ ചെറുതായിരിക്കും, കുറച്ചൊക്കെ നമുക്ക് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് സാധ്യമല്ല. അതിന് നമ്മൾ ഉള്ളിൽ സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് ഫോണിന്റെ കാര്യങ്ങളൊക്കെ വലുതാക്കിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് വെച്ച് നമ്മളൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വലുതായിട്ട് കാണാൻ പറ്റും. അടിപൊളി ഒരു സെറ്റിംഗ്സ് ആണ്, അതുകൊണ്ട് അവസാനം വരെ കാണണം. എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഇതാണ്, വീഡിയോ ഫുൾ ലെങ്ത്തിൽ അവസാനം വരെ കാണും, എന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. കുറേ സെറ്റിംഗ്സുകൾ നമുക്ക് ഇനിയും വരാനുണ്ട്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേണ്ട കാര്യം പറയണ്ടല്ലോ, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ടേക്കുക. മൊബൈലിന്റെ ഹോം പേജ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഈ ഹോം പേജിൽ നമുക്ക് പലതരം ഐക്കൺസ് നമുക്ക് കാണാം, കണ്ടില്ലേ, ഐക്കൺസ് നമുക്ക് കാണുന്നുണ്ട്, ടെക്സ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് ഓരോരോ ഐക്കൺസ് നമുക്ക് കാണുന്നുണ്ട്, ഒക്കെ സൈസ് വളരെ ചെറുതാണ്. നമുക്ക് ഇതെല്ലാം വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടില്ലേ, ഞാനൊന്ന് വലുതാക്കി നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും വലുതായിട്ട് കാണുന്നില്ല. ഇവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വെതർ കാസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് കാണുന്നില്ല. ഡേറ്റ്, ടൈം ഒന്നും നമുക്ക് കൃത്യമായിട്ട് കാണുന്നില്ല. സൂം ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒന്നും സൂം ആയിട്ടും വരുന്നില്ല. ഇത് നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതൊന്നും അല്ലാത്ത രീതിയിൽ നമുക്കത് കാണിക്കാൻ നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മളൊരു വെബ്സൈറ്റിൽ കയറി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി നോക്കുന്ന സമയത്ത് എല്ലാ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമുക്ക് വളരെ ചെറുതാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു ടെക്സ്റ്റ് നമുക്ക് മാക്സിമം വലുതാക്കാൻ പറ്റുന്നതിനൊരു കണക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ ഫുൾ ലെങ്ത് തന്നെ കാണുക. അതിനായി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അഡീഷണൽ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് കാണാം ആക്സസിബിലിറ്റി എന്ന് കാണാം. ഈ ആക്സസിബിലിറ്റി ചില്ലറക്കാരനല്ല, ഓക്കെ. ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ജനറൽ, അതിന്റെ തൊട്ടടുത്ത് വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ വിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന്റെ തൊട്ട താഴെയായിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് കണ്ടില്ലേ, ഈ ഷോർട്ട് കട്ട് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഇവിടെ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്, ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ, അതൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുൾ ലെങ്ത് തന്നെ കാണുക, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 3 ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വർക്ക് ആവേണ്ടത് എന്നുള്ളതാണ്. ആക്സസിബിലിറ്റി ബട്ടൺ എങ്ങനെ വർക്ക് ആവണം എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി എന്നുള്ളത്, രണ്ടാമത്തത് ഹോൾഡ് വോളിയം ബട്ടൺ പ്രസ് ചെയ്യുന്ന രീതിയിൽ, മൂന്നാമത്തത് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീനിൽ ഒരു 3 തവണ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ. ഞാൻ അതാണ് സെലക്ട് ചെയ്യുന്നത്. 3 തവണ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം അതൊന്ന് ഓക്കെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം, വീഡിയോ അവസാനം വരെ കാണാൻ. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ലോഗോ വന്നിട്ടുണ്ട്. ആ ലോഗോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സൂമിൻ്റെ ഒരു ബട്ടൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്ര യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഹോം പേജ് എടുത്തിട്ട് നമ്മുടെ സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. സ്ക്രീനിന്റെ മേലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ആ ലോഗോ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലോഗോ, സൂമിന്റെ ലോഗോ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ മേലെ, സ്ക്രീനിന്റെ മേലെ കണ്ടു, ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വളരെ സൂം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂം ഇന്നും സൂം ഔട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റും. ഏത് ടെക്സ്റ്റ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും അതിൽ ഓരോരോ ചെറിയ പോയിന്റുകൾ വരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, നമുക്ക് അതൊക്കെ ഒന്ന് വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചെറിയ ലെറ്റേഴ്സ് വരെ നമുക്ക് വലുതായി കാണാം. അവസാനം വരെ വീഡിയോ കാണാം. ഇനി നമുക്ക് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ഏരിയ ആണോ വലുതാക്കി കാണേണ്ടത് ആ ഭാഗത്ത് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കൃത്യമായിട്ട് വലുതായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ലോഗോ ഒക്കെ നമുക്ക് വളരെ വലുതായിട്ട് തന്നെ
നമുക്ക് കാണാം. ഇതൊന്നും നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നമുക്ക് സാധ്യമല്ല. അതിന് നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ഫോണ്ടൊക്കെ വലുതാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇത്ര വലുപ്പത്തിൽ നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് കണ്ടില്ലേ ലെറ്റേഴ്സ് ഒക്കെ വലുതായിട്ട് കാണുന്നത് കണ്ടില്ലേ. നമുക്ക് ഇത് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ സൈസിലാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ മേലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഒന്ന് ഡബിൾ ടാപ്പ് അതായത് നിങ്ങളുടെ ഫോണിന്റെ ടച്ച് പാഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ വലിയ ലെറ്റേഴ്സിലേക്ക് ഇങ്ങോട്ടേക്ക് വരും. അതായത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. കണ്ടില്ലേ ലെറ്റേഴ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് ഗാലറി ഓപ്പൺ ചെയ്തു. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കുമ്പോഴോ കണ്ടില്ലേ അപ്പോൾ ഗാലറിയിൽ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാൽ ഇപ്പോൾ ആരതൊക്കെയാണ് നിങ്ങൾ ഫോട്ടോസസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നോക്കുന്നതെങ്കിൽ അവരുടെ ഓരോരോ ഫീച്ചേഴ്സും നമുക്ക് സൂം ചെയ്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഗാലറിയിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സൂമിൻ്റെ ഒരു ബട്ടൺ കാണുന്നില്ലേ. ഇനി നമുക്ക് ഇത് വേണ്ടാന്ന് വിചാരിക്കുക, ഇത് നമുക്ക് ഒഴിവാക്കണം, നമുക്ക് ആവശ്യത്തിനുള്ളത് മതി, ഇനി ഒഴിവാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ അഡീഷണൽ സെറ്റിംഗ്സിലേക്ക് തന്നെ പോവുക. അവിടെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ തന്നെ അഗൈൻ പ്രസ് ചെയ്യുക. അവിടെ പോയി കഴിഞ്ഞിട്ട് ഈ വിഷൻ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാഗ്നിഫിക്കേഷനിൽ അഗൈൻ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ആ ഷോർട്ട് കട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ആയിക്കോളും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, പക്ഷേ വളരെ പവർഫുൾ ആണ്. ഇതൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ലേ, ഈ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ല. ഇതിൽ പലതരം സെറ്റിംഗ്സുകൾ അഡീഷണൽ ആയിട്ടുള്ള കുറേ സെറ്റിംഗ്സുകൾ നമുക്ക് വരാനുണ്ട്. ഇതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്തതാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇനി ആരും വേണ്ട എല്ലാവർക്കും അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.